ഹക്കീം അസ്ഹരി ഉസ്താദ് സംഘികൾക്ക് ചാരപ്പണി എടുക്കുന്ന ആളുകളാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ പ്രസംഗത്തിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റ് കണ്ടത്? ഒന്ന് കേൾക്കൂ. ശബ്ദത്തിലും മിതത്വം വേണം. പ്രശ്നം ശബ്ദത്തിൻ്റെതാണ്. എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഖുർത്തുബി പറയുന്നത്. അമിതമായ ശബ്ദമാക്കരുത്. ദിക്ർ ഉറക്കെ ചൊല്ലിയവരോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇർബഉ ബി അൻഫുസികും, മക്കളെ ഒന്ന് തടി കാത്തോളെ. ലാ തദ്ഉന അസമ്മൻ വലാ ഗായിബൻ, നിങ്ങൾ ചെവിടുപൊട്ടനെയോ അല്ലെങ്കിൽ അതിവിദൂരത്തുള്ളവനെയോ ഒന്നുമല്ല, അള്ളാഹുവിനെയല്ലേ നിങ്ങൾ വിളിക്കുന്നത്. മിതമായ ശബ്ദത്തിൽ, തീരെ നിശബ്ദമാകണം എന്നർത്ഥം ഇല്ല. അപ്പൊ മിതമായ ഒരു ശബ്ദത്തിലാകണം ദിക്റായാലും ദുആയായാലും ബാങ്കായാലും മൗലിദായാലും. ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം. ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലിദൊക്കെ ഓതുമ്പോ കുറച്ച് കേൾപ്പിക്കാം. എല്ലാ ദിവസവും മൗലിദാണെങ്കിൽ മുസ്ലിംകൾക്കാണെങ്കിലും അവർക്ക് പ്രയാസം ഉണ്ടാകും. അമുസ്ലിംകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യമല്ലേ പറഞ്ഞത്? ഇസ്ലാം എന്ന മഹത്തായ ദീൻ എപ്പോഴും സമാധാനമാണ്. മറ്റുള്ള ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയവും ഇസ്ലാം എന്ന മഹത്തായ ദീനിലില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. ആ സംഭവം തന്നെയാണ് ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഇനി പള്ളീൻ്റെ ചുറ്റുഭാഗത്ത് മുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ വളരെ ഒച്ചത്തിൽ ബാങ്ക് വിളി ആവശ്യമില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? ഈ ബാങ്ക് വിളി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നിസ്കാരത്തിലേക്ക് സമയമായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് വിശ്വാസികൾ കേൾക്കുന്ന രീതിയിൽ മതി എന്നാണ് ഉസ്താദ് പറഞ്ഞതുകൊണ്ടുള്ള സാരം. അല്ലാതെ എല്ലാ പള്ളിയിലെ എല്ലാ പരിപാടികളും അത് ഹോൺ മൈക്കയിലിട്ട് നാട്ടിൽ മൊത്തം കേൾപ്പിച്ച് അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. അത് നല്ലതല്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല. മുബാറക് റാവുത്തറെ ഫിത്ന കൊണ്ടുവരരുത്, കളവ് പറഞ്ഞ് മറ്റുള്ള ആളുകളെ കബളിപ്പിക്കരുത്.